മുഹറമിൻ്റെ പുണ്യദിനങ്ങളിൽ നാം അനുഷ്ഠിക്കേണ്ട പുണ്യകർമ്മങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നോമ്പ് തന്നെയാണ്. 9, 10, 11 എന്നീ ദിവസങ്ങൾ പ്രാധാന്യത്തോടുകൂടി നാം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. കൂട്ടത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് കൂടുതലായിട്ട് നാം വിശാലത വർദ്ധിപ്പിക്കുകയും ഭക്ഷണം, വസ്ത്രം എന്നിവയിലും അവരോടുള്ള സംസാരം, ഇടപഴക്കം എന്നിവയിലും ഒരു മയപ്പെടുത്തലും എല്ലാം ഒരു വിശാലതയും ചെയ്ത് നാം അന്നത്തെ ദിവസത്തിൽ അമലുകൾ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഐശ്വര്യവും എല്ലാവിധ പ്രതാപവും നമുക്ക് വന്നു കിട്ടുവാൻ അത് കാരണമാകുമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. ജീവിതം മുഴുക്കെ ഈ ദിവസത്തിൻ്റെ ഈ പ്രാധാന്യം കണക്കിലെടുത്ത് കുടുംബങ്ങളിലേക്ക് വിശാലത ചെയ്തതിൻ്റെ പേരിൽ ദാരിദ്ര്യം തന്നെ തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് അനുഭവങ്ങൾ രേഖപ്പെടുത്തിയ ഇമാമുകളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായി, ആ വിശുദ്ധ ദിനത്തിൽ ദിക്ർ, ദുആകളിലേക്ക് നാം കൂടുതലായി സമയം കണ്ടെത്തുക. പ്രത്യേകമായിട്ട് നിഹായത്തു സൈൻ രേഖപ്പെടുത്തിയത് കാണാം. മൻ ഖാല യൗമ ആശൂറ 70 മറത്തൻ ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ നിഅമൽ മൗല വനിഅമൻ നസീർ എന്ന് ഒരാൾ ചൊല്ലിയാൽ കഫാഹുല്ലാഹു തആല ശർറ ദാലിക്കൽ ആം, ആ വർഷത്തിൽ സംഭവിച്ചേക്കാവുന്ന എല്ലാവിധ ആഫത്തുകളിൽ നിന്നും അവന് രക്ഷയുണ്ട് എന്ന് നിഹായത്തു സൈൻ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. അതിനാൽ ആ ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമലുകൾ നോമ്പും കുടുംബത്തിലേക്ക് വിശാലത ചെയ്യലും ഈ മേൽ പറയപ്പെട്ട ദിക്റുകളും മറ്റു ദുആകളിലുമായിട്ട് സമയം ചെലവഴിക്കൽ തന്നെയാണ്. ആ ദിവസത്തെ അമല് സംബന്ധമായി വേറെയും ചില ഉദ്ധരണികളൊക്കെയും കാണാം. അതിൽ ചിലത് ലൈഫും ചിലത് മൗദൂഉം ചിലത് മുൻകറും ആയതിനാൽ അത് സംബന്ധമായി കൂടുതൽ ഇപ്പോൾ ഇവിടെ പരാമർശം ഉദ്ദേശിക്കുന്നില്ല.